Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്താൽ നോക്കിയ എല്ലാവരോ? മിസ് എടുത്താൽ നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ. ഓരോരുത്തർ എന്തുപറ്റി ലേറ്റ് ആവുന്നുണ്ടല്ലോ? ഓരോരുത്തർ കയറുന്നുള്ളല്ലോ ക്ലാസ്സില്, ജോയിൻ ചെയ്യുന്നുള്ളല്ലോ. ഇൻട്രൊഡക്ഷൻ ഒബ്ജക്റ്റീവ്സ് അല്ലേ മിസ് എടുക്കുന്നത്? ഇൻട്രൊഡക്ഷൻ ഒബ്ജക്റ്റീവ്സും കഴിഞ്ഞല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത് കൊണ്ടുള്ള, നമ്മൾ അളക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എന്താണ്? എന്താണ് പ്രാധാന്യം? ഹോസ്പിറ്റലിലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നത് കൊണ്ട് ഹോസ്പിറ്റലിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഗുണങ്ങളുണ്ടോ? എന്താ പറയ്, ഗുണങ്ങളുണ്ടോ? അവരുടെ എന്തൊക്കെ അപാകതകൾ ഉണ്ട് അല്ലെ? ഡിഫക്റ്റുകൾ എന്തെല്ലാം ഉണ്ട് അല്ലെ? അവരുടെ എക്സ്പീരിയൻസ് അല്ലെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അല്ലെ? ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ലേ? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, ഹോസ്പിറ്റലിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? ഹോസ്പിറ്റലിലെ അപാകതകൾ, ഡിഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഹോസ്പിറ്റലുകാർക്ക്? അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർന്ന തല പരിചരണം അല്ലെ, രോഗി പരിചരണം കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ? അവരുടെ ഡിഫക്ട്സുകളൊക്കെ മാറ്റി അവർക്ക് എന്താണ്? ഉയർന്ന തല, നല്ല നിലവാരമുള്ള പരിചരണം കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ? പിന്നെ എന്തിനു സാധിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പെർഫോമൻസിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ടോ? പ്രകടനത്തെ കുറിച്ച്, സ്റ്റാഫുകളുടെ ബിഹേവിയർ എങ്ങനെയാണ് അല്ലെ? അവര് എത്ര എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഉണ്ടോ? അപ്പൊ എന്താണ്? സ്റ്റാഫുകളുടെ പെർഫോമൻസ് അല്ലെ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മിസ് കാണിച്ചെന്നില്ലേ ഇതിൽ തന്നെ സ്റ്റാഫ് പേഷ്യന്റ് സർവേ നടത്തുന്ന ക്വസ്റ്റ്യനെയർ കാണിച്ചെന്നില്ലേ മിസ്? കണ്ടോ? അതിലുണ്ടല്ലേ ഓരോ ഏരിയ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ? ട്രീറ്റ്മെന്റ് അല്ലെ, ഡയഗ്നോസ്റ്റിക് സർവീസ് എങ്ങനെയുണ്ട്, കെയർ എന്താണ്, ദ ക്വാളിറ്റി ഓഫ് ദി കെയർ യു ഹാവ് റിസീവ്ഡ് അല്ലെ, അവർ റിസീവ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് സർവീസുകളുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് അല്ലെ? ഹോസ്പിറ്റലിന്റെ ഒപ്പീനിയനെ കുറിച്ച് എന്താണ്? അവർ സർവീസ്, ഹോസ്പിറ്റലിലെ സർവീസുകളെ കുറിച്ച് ആ പേഷ്യൻസിന്റെ ഒപ്പീനിയൻ എങ്ങനെയാണ് അല്ലെ? അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി എത്ര സമയം എടുക്കേണ്ടി വന്നു അല്ലെ? അതിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ? ഓക്കെ. പേഷ്യൻസിന്റെ പെർഫോമൻസിനെ കുറിച്ച് മെഷർ ചെയ്യാനായിട്ട്, അളക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് എന്തൊക്കെ പറ്റും? വേറെന്താ പറ്റുന്നേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്, ഇംപ്രൂവ് ചെയ്യിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പേഷ്യൻസ് ആ ഹോസ്പിറ്റലിന്റെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ പേഷ്യൻസ് എന്ത് ചെയ്യും? വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റിന് വരും അല്ലെ? നല്ല ട്രീറ്റ്മെന്റ് ആണ് അല്ലെ? നല്ല ഡോക്ടേഴ്സ് ആണ് ചികിത്സിക്കുന്നത്, നല്ല ക്വാളിറ്റിയുള്ള സർവീസുകൾ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്ത് പറ്റുമോ? വീണ്ടും ആ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ തന്നെ വരികയും കൂടുതൽ പേഷ്യൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ?
ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻസ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് അപ്പൊ നിങ്ങൾ പറഞ്ഞത്. നോക്കിയേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്കെയിൽ ടു മെഷർ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി എന്താണ്? ആരോഗ്യ സംരക്ഷണ പരിചരണ ക്വാളിറ്റി, ഗുണനിലവാരത്തെ കുറിച്ച് അളക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് മെഷേഴ്സ് ആണ് patient satisfaction. With the help of patient satisfaction survey, continuous measuring of patient satisfaction and improving patient's experience can be attained. എന്താണ് ഈ patient satisfaction സർവേയിലൂടെ നമുക്ക് എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ തൃപ്തി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി വിലയിരുത്താൻ സാധിക്കുന്നു. കൂടാതെ എന്താണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന അവർ അറ്റൈൻ ചെയ്യുന്ന അല്ലെ അവർക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനായും സാധിക്കുന്നു അല്ലെ. ഇപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നോക്കിങ്ങാട്ട് ഹോസ്പിറ്റലുകാർക്ക് മനസ്സിലാക്കാലോ, അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി പേഷ്യൻസ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. ഡോക്ടേഴ്സിനെ കാണുന്നതിന് വേണ്ടി അവർക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അത് അങ്ങനെയുള്ള ടൈമുകൾ അല്ലെ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ലേ കൂടുതൽ സ്റ്റാഫുകളെ വെച്ച് അല്ലെ? അവർക്കത് റെഡ്യൂസ് ചെയ്യാൻ അല്ലെ, ആ ടൈം പീരീഡ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായി സാധിക്കുന്നു. അപ്പൊ എങ്ങനെ? അപ്പൊ അതുവഴി എന്ത് ചെയ്യും? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഗുഡ് ആക്കില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനായി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ സാധിക്കുന്നു. ഇറ്റ് ഈസ് എൻ അൺവാല്യുബിൾ ടൂൾ ടു ഗെറ്റ് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. എന്താണ്? അധികം പ്രയത്നമില്ലാതെ അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പേഷ്യൻസിന്റെ, രോഗികളുടെ ഫീഡ്ബാക്ക് കണ്ടെത്തുന്നതിനുള്ള വിലമതിക്കാനാവാത്ത ഇൻവാല്യുബിൾ ടൂൾ ആണ് അല്ലെ. നമുക്ക് വിലമതിക്കാനാവാത്ത ഒരു ഉപകരണമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ. നമുക്ക് അധികം പ്രയത്നമില്ലാതെ എന്താണ് പേഷ്യൻസിൽ നിന്നും അവരുടെ ഫീഡ്ബാക്ക് അല്ലെ അറിയാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, 5 reasons why you should measure patient satisfaction. എന്തൊക്കെ കാരണം കൊണ്ടാണ്? 5 റീസൺ ഉണ്ട് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിന്. 5 റീസൺ, 5 റീസൺ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യൻസ് കെയർ സർവീസ് അല്ലേ. പേഷ്യൻസിന് ഉയർന്ന തല അല്ലെ, ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകാൻ സാധിക്കുന്നില്ലേ ഹോസ്പിറ്റലുകാർക്ക്? ഈ പേഷ്യൻസിന്റെ സർവേ, സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് നോക്കിങ്ങാണ്ട് എന്താണ് എവിടെയൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ട്, എവിടെയൊക്കെ പോരായ്മകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഇംപ്രൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നേ? പേഷ്യൻസിന് നിലവാരമുള്ള അല്ലെ, ക്വാളിറ്റിയുള്ള പേഷ്യന്റ് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ? ഗുഡ് ക്വാളിറ്റി കെയർ അല്ലെ, ഉയർന്ന ടോപ്പ് ടയർ എന്ന് പറഞ്ഞാൽ ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണം കൊടുക്കുന്നത് സർവീസിൽ അവർക്ക് കൊടുക്കാനായി സാധിക്കുന്നു. ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പെർഫോമൻസ് അല്ലെ, അവരുടെ വർക്കിനെ മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ലേ, അളക്കാനായി സാധിക്കുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ്, ടു നോ ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യൻസ്. എന്താണ്? ദേഷ്യമുള്ള അല്ലെങ്കിൽ മിഫ്ഡ് ആയിട്ടുള്ള, മിഫ്ഡ് എന്ന് പറഞ്ഞാല് അലോസരപ്പെടുത്തുന്ന, പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകളില്ലേ, ഒരു ചെറിയ നിസ്സാര കാര്യം കിട്ടിക്കഴിഞ്ഞാല് പെട്ടെന്ന് തട്ടിക്കേറുന്ന ആളുകൾ പേഷ്യൻസ് ഉണ്ടാവാറില്ലേ? ഇപ്പൊ അവര് കുറച്ചു നേരം അപ്പോയിന്റ്മെന്റ് സെക്ഷനിൽ, റിസപ്ഷനിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് കുറച്ചു സമയം അവർക്ക് ചെലവാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് പ്രതികരിക്കില്ലേ? എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്നെ നോക്കാത്തേന്ന് ചോദിച്ചു കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ അങ്ങനത്തെ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടോ?
അപ്പൊ എന്താണ്? ടു നോ ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യൻസ്, നമ്മളെ അലോസരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന പേഷ്യൻസിനെ തിരിച്ചറിയാനായിട്ട് അറിയാനായി സാധിക്കുന്നു. പിന്നെ നെക്സ്റ്റ് എന്താണ്? ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്, പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിൽ നിന്നുള്ള എക്സ്പീരിയൻസ് അല്ലെ, അനുഭവം എന്താണ്? ഇംപ്രൂവ് ചെയ്യാനായിട്ട്, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ടു ഇംപ്രൂവ് പേഷ്യൻസ് റിട്ടൻഷൻ റേറ്റ്, പേഷ്യൻസിന്റെ റിട്ടൻഷൻ റേറ്റ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. എന്ത് ചെയ്യും? നല്ല ക്വാളിറ്റിയുള്ള സർവീസ് ആണ് കൊടുക്കുന്നത്. പേഷ്യൻസ് അവർക്ക് കൊടുക്കുന്ന സർവീസുകളില് തൃപ്തരാണെങ്കിൽ അവർ എന്ത് ചെയ്യും? വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ വരുമല്ലോ. അപ്പൊ അങ്ങനെ എന്താണ്? ആ പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ തുടർന്ന് കൊണ്ടുപോവാനായിട്ട് സാധിക്കുന്നു. കൂടാതെ അവരെന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് റെഫർ ചെയ്യില്ലേ? ചെയ്യോ? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് അവരുടെ റിലേറ്റീവ്സിനെ, അവരുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ആ ഹോസ്പിറ്റലിനെ റെഫറും ചെയ്യും അല്ലെ? ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. എന്താണ്? ടോപ്പ് ടയർ ആയിട്ടുള്ള ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണ സേവനം നൽകുക. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. Measuring patient satisfaction helps the hospital ascertain the areas of improvement and centers on to provide a better patient care service. എന്താണ്? പേഷ്യൻസിന് ബെറ്റർ ആയിട്ടുള്ള അല്ലെ, നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ സർവീസ്, രോഗി പരിചരണ സേവനങ്ങൾ നൽകേണ്ട ഏരിയാസ് അതല്ലെങ്കിൽ സെന്റേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ, ഉറപ്പാക്കാനായി സാധിക്കുന്നുണ്ടോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ എന്താണ്? അവർക്ക് ബെറ്റർ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള പേഷ്യന്റ് രോഗി പരിചരണ സേവനം എവിടെയൊക്കെയാണ് ലഭിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസിൽ കിട്ടണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് ഇനിയും ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായി സാധിക്കുന്നു അല്ലെ. ഇപ്പൊ പേഷ്യൻസ് അവിടത്തെയുള്ള ഫിസിഷ്യൻസിന്റെ എന്താണ് സേവനങ്ങളിൽ തൃപ്തരല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിനെ ഇരുത്തണം അല്ലെ, വേണ്ടേ? അപ്പോയിന്റ് ചെയ്യണോ? അപ്പൊ എന്താണ്? അപ്പൊ ഇതുവഴി എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? അതല്ലെങ്കിൽ ബില്ലിംഗ് സെക്ഷനിലെ സ്റ്റാഫിന് സ്പീഡ് ഇല്ല അല്ലെ, അവിടെ ഒരുപാട് ടൈം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? അവിടുത്തെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തണം അല്ലെ, വേണോ? അപ്പൊ എന്താണ്? ബെറ്റർ സർവീസ്, ബെറ്റർ ആയിട്ടുള്ള രോഗി പരിചരണ സേവനങ്ങൾ കൊടുക്കേണ്ടത് ഏതൊക്കെ ഏരിയാസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സെന്റേഴ്സിലാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട്, ഉറപ്പാക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, അച്ചീവിംഗ് എ ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഡയറക്ട്ലി ഡിപെൻഡന്റ് ഓൺ ദി ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ services given by the team of specialized doctors and hospital staff. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആക്കണമെങ്കിൽ അവർക്ക് എന്ത് ലഭിക്കണം? അവിടെ നിന്ന് ഡോക്ടേഴ്സ് അല്ലെ, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നൽകുന്ന ഫെസിലിറ്റീസ് എങ്ങനെയായിരിക്കണം? സർവീസുകൾ എങ്ങനെയായിരിക്കണം? ഹൈ ലെവൽ അല്ലേ, ഹൈ ക്വാളിറ്റി ഉള്ളതായിരിക്കണ്ടേ? ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും ഹോസ്പിറ്റൽ സ്റ്റാഫുകളും അവർക്ക് കൊടുക്കുന്ന സർവീസുകളിലെ സേവനങ്ങള് ഹൈ ക്വാളിറ്റി ഉള്ളതായാൽ മാത്രമാണ് എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർദ്ധിപ്പിക്കാനായി സാധിക്കുള്ളൂ അല്ലെ, ഹൈ ലെവലാക്കാൻ സാധിക്കുകയുള്ളൂ. Okay. Next, the entire staff must consider patient with warmness from the receptionist who arranged the appointments. എന്ത് ചെയ്യാ? പേഷ്യൻസിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് സ്റ്റാഫ്?
with warmness from the receptionist who arranged the appointment. ആരാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് അറേഞ്ച് ചെയ്ത് തരുന്നത്? അപ്പോയിന്റ്മെന്റ് എടുത്തു തരുന്നത് ഹോസ്പിറ്റലില് നമ്മൾ ചെല്ലുമ്പോൾ ആരാണ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നത്? റിസപ്ഷനിസ്റ്റ്. റിസപ്ഷനിസ്റ്റ് എങ്ങനെ പേഷ്യൻസിനെ സ്വീകരിക്കണം? വാമായിട്ട് അല്ലെ, ഊഷ്മളമായ രീതിയിൽ വേണ്ടേ? ചിരിച്ചുകൊണ്ട് അല്ലെ, ഒരു സ്മൈൽ കൊടുത്ത് അല്ലെ, സൗമ്യമായി അവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അപ്പൊ എന്താണ് റിസപ്ഷനിസ്റ്റ്? എന്താണ് സൗമ്യമായി അല്ലെ, വാമ്യ സൂക്ഷ്മതയോടുകൂടി പേഷ്യൻസിനുള്ള അപ്പോയിന്റ്മെന്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഡോക്ടേഴ്സ് പ്രൊവൈഡിങ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. ഡോക്ടേഴ്സ് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം? ചികിത്സ കൊടുക്കണം. റൈറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ, ശരിയായ ചികിത്സ കൊടുക്കുക. ടു ദി നഴ്സ് ടേക്കിംഗ് വൈറ്റൽ സ്റ്റാറ്റസ് ഓഫ് ദി പേഷ്യൻസ്. നഴ്സുമാർ എന്ത് ചെയ്യേണ്ടത്? പേഷ്യൻസിൽ നിന്നുള്ള വൈറ്റൽ സയൻസുകൾ സ്റ്റാറ്റസ് എടുക്കാറുണ്ടോ? ടെമ്പറേച്ചർ, വെയിറ്റ് അല്ലെ, BP, പൾസ് റേറ്റ് ഒക്കെ എടുക്കുന്നത് ആരാ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മുടെ നേഴ്സ് അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് അവര് നല്ല രീതിയിൽ എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള വൈറ്റൽ സ്റ്റാറ്റസുകൾ എടുക്കുക, റിപ്പോർട്ട് ചെയ്യുക. ക്ലിയർ ആയത്? To provide top tier patients care services. Okay. Next, what hospital do to enhance patient care service? Patient care സർവീസുകൾ മെച്ചപ്പെടുത്താനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഓക്കെ. ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസിസ് ദ ഇൽനെസ് ഇൻ എ ടൈം. ഏത് സമയത്ത് ഡയഗ്നോസിസ് ചെയ്യുക? കൃത്യസമയത്ത് അല്ലെ, കറക്റ്റ് സമയത്ത് രോഗനിർണയം നടത്തുക. ഇപ്പൊ നമുക്ക് ക്യാൻസർ പേഷ്യൻസിന്റെ ഒക്കെ പറയാറുണ്ടോ? എന്താണ്, തേർഡ് സ്റ്റേജ് ആയി ഫസ്റ്റ് സ്റ്റേജിലൊക്കെ കണ്ടെത്തിയിരുന്നെങ്കിൽ നമുക്ക് ആ പേഷ്യൻസിനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അല്ലെ? പറയാറുണ്ടോ? അപ്പൊ എന്ത് ചെയ്യുക? പേഷ്യൻസിന്റെ ഡയഗ്നോസിസ് അല്ലെ, രോഗനിർണയം കറക്റ്റ് സമയത്ത് നടത്തുക. നെക്സ്റ്റ്, ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് അക്സസ് ടു ഫിസിഷ്യൻ. ഫിസിഷ്യന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക. ഇപ്പൊ നമ്മൾ ഡോക്ടറെ കാണാൻ കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോ ഡോക്ടർ ഒപിയിൽ റൗണ്ട്സിനൊക്കെ എണീച്ച് പോവാറില്ലേ? നമ്മ ഹോസ്പിറ്റൽ ഒപിയിൽ ചെന്നിരിക്കുമ്പോ ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയാണ് ഇനി ഡോക്ടർ ഇരിക്കുന്നില്ല, ഡോക്ടർക്ക് എന്തെങ്കിലും സർജറി ഉണ്ട് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക? പേഷ്യൻസ് ഫിസിഷ്യന്റെ ലഭ്യത അല്ലെ, SS ഇംപ്രൂവ് ചെയ്യുകയും ഇൻക്രീസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, റെക്കമെൻഡഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. പേഷ്യൻസിന് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ശുപാർശ ചെയ്യുക? ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ശുപാർശ ചെയ്യുക അല്ലെ? വേണ്ടേ? കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ പേഷ്യൻസിന്? അല്ലെങ്കിൽ എന്ത് പറ്റും? ചിലപ്പോ പേഷ്യൻസിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുക അല്ലെ? ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് എന്താണ് പേഷ്യൻസിന് അപ്പൊ അവര് സാറ്റിസ്ഫൈഡ് ആവോ? അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാല് സാറ്റിസ്ഫൈഡ് ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് പേഷ്യൻസിന് ശരിയായ ട്രീറ്റ്മെന്റ് ശുപാർശ ചെയ്യുക, നൽകുക. ഓഫർ കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ചെലവ് കുറഞ്ഞുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ വാഗ്ദാനം ചെയ്യുക അല്ലെ? ഇപ്പൊ നമ്മ തന്നെ പറയാറില്ലേ, ഒരു ഹോസ്പിറ്റലിൽ പോവണമെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു ഇല്ലാണ്ട് പോകാൻ പറ്റില്ല അല്ലെ? അവരുള്ള ചെക്കപ്പുകളും ഒക്കെ ചെയ്ത് പറയാറുണ്ടോ? നമ്മ പറയുന്ന കാര്യമല്ലേ? കോസ്റ്റ്ലി അല്ലെ, ചെലവ് കൂടുതൽ. അവരെന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത ടെസ്റ്റുകളൊക്കെ എഴുതി തന്ന് നമ്മളിൽ നിന്നുള്ള പൈസ കൂടുതലായിട്ട് അവർ മേടിക്കും അല്ലെ? കാണിക്കാറുണ്ടോ? അപ്പൊ എന്താണ് അവർക്ക് പേഷ്യൻസിന് എങ്ങനെയുള്ള അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈ നമ്മളിൽ നിന്ന് ഒരുപാട് പൈസ ഈടാക്കാണ്, ആവശ്യമില്ലാത്ത കുറെ ടെസ്റ്റുകൾ ചെയ്ത് നമ്മളിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിക്കുമ്പോ നമ്മൾ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആവോ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളില് ഇല്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക?
ചിലവ് കുറഞ്ഞ, പക്ഷെ ചിലവ് കുറഞ്ഞു എന്ന് വെച്ച് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ല. എന്താണ് ചിലവ് കുറഞ്ഞ എന്താണ് ട്രീറ്റ്മെന്റ്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് വാഗ്ദാനം ചെയ്യുക. നെക്സ്റ്റ്, പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. എന്താണ് ഡിസ്ചാർജിന് ശേഷവും പേഷ്യൻസിന് നല്ല രീതിയിലുള്ള നിലവാരമുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുക. ക്ലിയർ ആയോ? ഇപ്പൊ ട്രീറ്റ്മെന്റ് ഡിസ്ചാർജ് ചെയ്ത് വിട്ടാലും അല്ലെ അവർക്ക് ഫോളോ അപ്പ് ഒക്കെ കൊടുക്കാറുണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന്? ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം അല്ലെ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ടോ? അല്ലേ? അപ്പൊ എന്താണ് ഡിസ്ചാർജിന് ശേഷവും പേഷ്യൻസിന് ഗുണനിലവാരമുള്ള പരിചരണം നൽകുക. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ്, പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഇംപ്ലിമെന്റ്. ഏതാണ് റിയ? പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടില്ലേ? പോസ്റ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് ഡിസ്ചാർജിന് ശേഷമുള്ള സമയമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഡോക്ടർ ഫോളോ അപ്പ് ഒക്കെ പറയാറുണ്ടോ? മെഡിസിൻ തരാറുണ്ട് അല്ലേ? ഡിസ്ചാർജിന്റെ സമയത്ത് വേറെ മെഡിസിനുകളൊക്കെ തരാറില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് നൽകണം? ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള പരിചരണം നൽകുക. നമുക്ക് തരുന്ന മെഡിസിൻ ആയിക്കോട്ടെ, ഫോളോ അപ്പ് അഡ്വൈസുകൾ ആയിക്കോട്ടെ, എങ്ങനെയുള്ളതായിരിക്കണം? ഗുണനിലവാരമുള്ളതായിരിക്കണം. ഓക്കെ ആയോ? നെക്സ്റ്റ്, ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. എന്താണ് പേഷ്യന്റ് സെന്റേർഡ്, പേഷ്യന്റിനെ കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണം വർദ്ധിപ്പിക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള തന്ത്രങ്ങൾ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതാണ്? പേഷ്യന്റ് സെന്റേർഡ് അല്ലേ? പേഷ്യന്റ് സെന്റേർഡ് കെയർ അല്ലേ? ആണോ? ഫോക്കസ് പേഷ്യൻസ്, അതാണ് പേഷ്യന്റ് സെന്റേർഡ്. അപ്പൊ ആ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള പരിചരണം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജികൾ, തന്ത്രങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നു? ഫസ്റ്റ്, നേരത്തെ പറഞ്ഞു തന്നെയാണ് പറയുന്നത് കേട്ടില്ല. ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. എന്താണ്? കറക്റ്റ് സമയത്ത് കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്തുക. ഇൻക്രീസ് അക്സസ് ടു ഫിസിഷ്യൻ. എന്താണ്? ഫിസിഷ്യന്റെ ലഭ്യത വർദ്ധിപ്പിക്കുക അല്ലെ? എന്താണ്? പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സമയത്ത് ഫിസിഷ്യന്റെ ലഭ്യത ഉറപ്പാക്കുക. പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ. എന്താണ്? കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ്, പക്ഷെ എങ്ങനെയുള്ളതായിരിക്കണം? ക്വാളിറ്റി ഉള്ള അല്ലെ, ഗുണനിലവാരമുള്ള പരിചരണം പേഷ്യൻസിന് നൽകുക. നെക്സ്റ്റ്, ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. പേഷ്യൻസിന് എങ്ങനെയുള്ള സപ്പോർട്ട് കൊടുക്കുക? വ്യവസ്ഥയില്ലാത്ത അല്ലെ, അവരിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. ശരിക്കും ട്രീറ്റ്മെന്റ്, പരിചരണം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറയുന്നത്? ബിസിനസ് ആണോ നമ്മൾ പറയുന്നത്? ബിസിനസ് ആണോ? സർവീസ് അല്ലേ ശരിക്കും നമ്മൾ പറയുന്നത്? സർവീസ്, സേവനം അല്ലേ? സേവനം എന്നല്ലേ പറയാ? സർവീസ്. സർവീസ് ആണ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് നൽകണം? സർവീസ് എങ്ങനെയാണ് നമ്മൾ നൽകേണ്ടത്? കണ്ടീഷൻ വെക്കാൻ പാടുണ്ടോ? നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിന് കണ്ടീഷൻ ഉണ്ടോ? അവരിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ നമ്മൾ അവരെ സ്നേഹിക്കുന്നത്? അല്ല അല്ലെ? അതെന്താണ്? അതേപോലെ എന്താണ്? ഇതൊരു സർവീസ് ആണ് അല്ലെ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ഒരു സർവീസ് അല്ലേ? അപ്പൊ അവർക്ക് പേഷ്യൻസിന് എങ്ങനെയുള്ളതാണ് നമ്മൾ നൽകേണ്ടത്? അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. എന്താണ്? നമുക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലവും, വ്യവസ്ഥകളില്ലാത്ത സ്നേഹവും സപ്പോർട്ടും പിന്തുണയും അവർക്ക് നൽകുക. റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ്
വിസിറ്റ് എന്താണ് അൺനെസസറി ആയിട്ട് അല്ലെ ആവശ്യമില്ലാത്ത ഫോളോ അപ്പ് വിസിറ്റുകൾ ഒഴിവാക്കുക അല്ലെ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് പേഷ്യൻസിനോട് എന്താണ് 2 ദിവസം കഴിഞ്ഞിട്ട് വരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അവർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മാത്രം അവര് ഹോസ്പിറ്റലിൽ വന്നാൽ പോരെ പോരെ എന്താണ് അൺനെസസറി ആയിട്ട് ആവശ്യമില്ലാതെ എന്താണ് ഫോളോ അപ്പ് വിസിറ്റുകൾ ഒഴിവാക്കുക ക്ലിയർ ആയത് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് നെക്സ്റ്റ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് to know the performance of the hospital staff hospital staffന്റെ പെർഫോമൻസ് അവരുടെ പ്രകടനം അവരുടെ വർക്കിനെ കുറിച്ച് അറിയാനായി സാധിക്കുന്നു ഓക്കെ it is necessary to keep a pulse on hospital staff performance at regular interval എന്താണ് ഒരു റെഗുലർ ഇന്റർവെല്ലിൽ അല്ലെ നിശ്ചിത സമയത്തിൽ എന്താണ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് അവരുടെ വർക്കിനെ കുറിച്ച് നമുക്ക് അളക്കാനായി സാധിക്കുന്നു അല്ലേ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുക പേഷ്യന്റ് സർവേ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ലേ ഏതൊക്കെ സ്റ്റാഫുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ ആരുടെ പെർഫോമൻസ് ആണ് വീക്ക് ആയിട്ടുള്ളത് അല്ലെ അങ്ങനെയൊക്കെ അറിയാൻ പറ്റില്ലേ ഇപ്പൊ നിങ്ങളിൽ നിന്ന് ഒരു സർവേ എടുക്കാണ് മിസ്സന്മാരെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങളിൽ നിന്ന് ഒരു സർവേ എടുത്ത മനസ്സിലാവുമോ ഏതൊക്കെ ടീച്ചർ നല്ല രീതിയിൽ അല്ലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ ഏതൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുണ്ട് അല്ലെ മനസ്സിലാവില്ലേ അപ്പൊ അതേപോലെ ഇങ്ങനെയുള്ള സർവേ എടുത്താൽ എന്ത് പറ്റും സ്റ്റാഫുകളുടെ പെർഫോമൻസ് അവരുടെ വർക്കിനെ കുറിച്ച് അറിയാൻ സാധിക്കുമോ ക്ലിയർ ആയത് ഹാപ്പി സ്റ്റാഫ് വിൽ ഗിവ് ബെറ്റർ പേഷ്യന്റ് കെയർ ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫ് എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ട് അല്ലെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആയിട്ട് ഒരുപാട് എന്താണ് ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് സങ്കടമൊക്കെ വന്ന് ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ ക്ലാസ് കേൾക്കാനോ ഒക്കെ സാധിക്കോ മനസ്സിലാക്കാനൊക്കെ സാധിക്കോ ഇല്ല അല്ലെ നമ്മുടെ അപ്പൊ എന്താണ് ഹാപ്പി സ്റ്റാഫ് ഹോസ്പിറ്റലിലെ ഹാപ്പി സ്റ്റാഫ് എന്ത് ചെയ്യുന്ന ഗിവ് ബെറ്റർ പേഷ്യന്റ് കെയർ അല്ലെ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ രോഗി പരിചരണം നൽകുന്നു അല്ലെ ഇപ്പൊ മിസ്സിന് ഒരുപാട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ മിസ്സിന് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മിസ്സിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ പറ്റുമോ ഇല്ല അല്ലെ ഹെൽത്ത് നമ്മുടെ ആരോഗ്യമാണ് അല്ലെ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിന്റെ ആരോഗ്യം അല്ലെ മനസ്സിന്റെ ശരീരത്തിന്റെ ആരോഗ്യം അല്ലെ എന്താണ് ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫുകൾ എന്ത് കൊടുക്കുന്നു നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് പരിചരണം നൽകുന്നു ഇഫ് പേഷ്യൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ വിസിറ്റ് പേഷ്യൻസ് അവരുടെ വിസിറ്റില് ആ ഹോസ്പിറ്റലിൽ സന്ദർശിക്കുന്ന സമയത്ത് അവർ സാറ്റിസ്ഫൈഡ് അല്ല തൃപ്തരല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു there's a possibility that patients will choose for service from another provider patients സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു ആ ഹോസ്പിറ്റലിലെ സർവീസ് അവര് തൃപ്തരല്ലെങ്കിൽ അവര് എന്ത് ചെയ്യുന്നു വേറെ ഹോസ്പിറ്റലിലേക്ക് പോവോ സ്വാഭാവികമായിട്ടും പോവോ വേറെ ഹോസ്പിറ്റലിൽ വേറെ എന്താണ് ഹെൽത്ത് കെയർ അനദർ ഹെൽത്ത് കെയർ പ്രൊവൈഡറെ തിരഞ്ഞെടുക്കുന്നു therefore it's necessary to listen to the patients അതുകൊണ്ട് എന്ത് ചെയ്യണം പേഷ്യൻസിനെ ലിസൺ ചെയ്യുക അല്ലെ കേൾക്കുക എന്ന് വെച്ചാൽ എന്താണ് മിസ് ആദ്യം എടുത്തപ്പോ പറഞ്ഞു അല്ലെ എന്താണ് ഒരു ഡോക്ടർ പേഷ്യൻസിന്റെ വിവരങ്ങൾ അവർക്ക് കുറെ കൺസേൺസ് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും അല്ലെ അവരുടെ രോഗത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അസുഖത്തെ കുറിച്ച് അല്ലെ ഉണ്ടാവോ ഉണ്ടാവും അങ്ങനെയുള്ള പേഷ്യൻസ് ചെല്ലുന്ന സമയത്ത് ആ ഡോക്ടർ അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് ഒന്നും കേൾക്കുന്നില്ല
അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതെ വെറുതെ മരുന്നുകൾ എഴുതി കൊടുത്താൽ സാറ്റിസ്ഫൈഡ് ആകോ? നമ്മളാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? Therefore, അതുകൊണ്ട് എന്ത് ചെയ്യുക? It's necessary to listen the patients. പേഷ്യൻസിനെ കേൾക്കുക. അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അവരുടെ പ്രോബ്ലംസ്, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് ലിസൺ ചെയ്യുക അല്ലെ, കേൾക്കുക. Which will make them feel strengthened. അപ്പൊ എന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ എന്ത് ഫീലാ ചെയ്യുന്നേ? സ്ട്രെങ്തൻ ചെയ്യുന്നു അല്ലെ? അവര് ഹാപ്പി ആകുന്നു, സാറ്റിസ്ഫൈഡ് ആകുന്നു അല്ലെ? അവര് വീണ്ടും ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ തന്നെ കാണാൻ ചെല്ലുന്നു അല്ലെ? ആണോ? എന്ത് ഉച്ചക്കായിതാരനോടാ ആർക്കൊരു ഉഷാറില്ലല്ലോ, മനസ്സിലാകുന്നില്ലേ? Which will make them feel strength. അവർക്ക് അവരുടെ ഫീൽ എന്താണ്? സ്ട്രെങ്തൻ ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു അല്ലെ? അവര് കംഫർട്ട് ആകുന്നു, അവര് ഹാപ്പി ആകുന്നു, അവര് സാറ്റിസ്ഫൈഡ് ആകുന്നു അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു? വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരുന്നു അല്ലെ? പിന്നെന്താണ് നെക്സ്റ്റ് പറയുന്നത്? What can the hospital do to improve staff performance? സ്റ്റാഫ് പെർഫോമൻസ്, സ്റ്റാഫിന്റെ വർക്ക് വർദ്ധിപ്പിക്കുന്ന, ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു? നെക്സ്റ്റ് നോക്കിയേ. Generate a workable and friendly atmosphere for staff. സ്റ്റാഫിന് എങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക? അവർക്ക് പ്രവർത്തനക്ഷമമായ അല്ലെ, സൗഹൃദപരമായ അല്ലെ, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കല്ലേ വേണ്ടത്? ഇപ്പൊ നമ്മ വർക്ക് ചെയ്യുന്ന നമ്മൊരു ഓഫീസിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യാണ്, അപ്പൊ അവര് നമ്മളോട് ഏത് സമയവും തട്ടിക്കേറാ അല്ലെ? നമ്മ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്താലും തെറ്റ് മാത്രം കണ്ടുപിടിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലെ? അപ്പൊ എങ്ങനെ വേണം അവരോട് വർക്ക് ചെയ്യാൻ? വർക്കബിൾ ആയിട്ടുള്ള അല്ലെ, അവർക്ക് പ്രവർത്തനക്ഷമമായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യില്ലേ? ഇവിടുത്തെ മാനേജ്മെന്റ് അല്ലെ നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് അല്ലെ? നമുക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട് അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അല്ലെ? ആണോ? ഫസ്റ്റ് ക്ലിയർ ആയോ? നെക്സ്റ്റ്, എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റീസ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അല്ലെ? ഓരോ സ്റ്റാഫുകൾക്കും ഡിഫറെന്റ് ജോബ് ഡ്യൂട്ടീസ് ആണോ, ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണോ? റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ആണോ ബിൽഡിങ്ങിൽ ചെയ്യുന്നത്? അതാണോ സെക്യൂരിറ്റിയിൽ ചെയ്യുന്നത്? അല്ല അല്ലെ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളും അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. നമ്മ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് പോലെ തന്നെ എന്തും കൂടി നടത്താം, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ അറ്റ്മോസ്ഫിയറിൽ, അവരുടെ വർക്കുകളില്, അവര് കൊടുക്കുന്ന എന്താണ് കാര്യങ്ങളിൽ അല്ലെ, എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള സാറ്റിസ്ഫാക്ഷൻ സർവേ എടുക്കുക, കണ്ടക്ട് ചെയ്യുക. ക്ലിയർ ആയതോ? അപ്പൊ മാനേജ്മെന്റില് എന്തൊക്കെ വ്യത്യാസങ്ങൾ നടത്താൻ പറ്റൂലേ, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ സർവേയിലൂടെ. നെക്സ്റ്റ് എന്താണ്? മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. നോൺ പെർഫോമൻസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അധികം പ്രകടനമില്ലാത്ത സ്റ്റാഫുകളുടെ എന്താണ് പെർഫോമൻസ് വർദ്ധിപ്പിക്കാനായിട്ട് അവരെന്ത് ചെയ്യുക? മോട്ടിവേഷൻ കൊടുക്കുക അല്ലെ? പ്രചോദനം കൊടുക്കുക ഇല്ലേ? ഇപ്പൊ പറയാറില്ലേ, എന്താണ് നമ്മ മക്കളോട് പറയാറില്ലേ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് മാർക്ക് കുറഞ്ഞു പോയാൽ പറയൂല്ലേ, എന്താണ്, ഇല്ല നിന്നെ കൊണ്ട് അത് പറ്റും അല്ലെ? ഇപ്പൊ നീ ക്വസ്റ്റ്യൻ കറക്റ്റ് രീതിയിൽ വായിക്കാണ്ടായിരിക്കും മാർക്ക് കുറഞ്ഞു പോയത്, അടുത്ത തവണ നല്ല രീതിയിൽ വായിച്ച് മാർക്ക് വാങ്ങിക്കുക അല്ലെ? മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ?
ഇല്ലേ? മോട്ടിവേറ്റ് ചെയ്യാറില്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഇപ്പൊ ഈ സ്റ്റാഫിനോട് പറയാ അല്ലെ, എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല്ലേ? ചിലപ്പോ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ്ങിന്റെ കുറവ് കൊണ്ടോ അല്ലെ, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ടാവാം അത് ചെയ്യാൻ സാധിക്കാതെ വന്നത് അല്ലെ. കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും അല്ലെ. മോട്ടിവേറ്റ് കൊടുക്കാറില്ലേ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാറില്ലേ? കൊടുക്കാറില്ലേ ആരും മോട്ടിവേഷൻ? മോട്ടിവേഷൻ കൊടുക്കുക. റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. എന്താണ് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്റ്റാഫിന് റിവാർഡ് കൊടുക്കുക അല്ലെ. ഇപ്പൊ മിക്ക കൊടുത്തിട്ടുണ്ടല്ലേ, മിക്ക ഓഫീസുകളിൽ നടക്കുന്നില്ലേ? ആ ഇയർ എൻഡ് ആവുമ്പോ അല്ലെ, ഇയർ എൻഡ് ആവുമ്പോ ബെസ്റ്റ് പെർഫോമൻസ് ആരാണോ കാഴ്ചവെച്ചത് അവർക്ക് ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ ടിവിയോ അല്ലെ, അങ്ങനെയുള്ള റിവാർഡുകൾ കൊടുക്കുക. അപ്പൊ അതെന്ത് ചെയ്യും? മറ്റുള്ളവരെ കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നേ. മറ്റുള്ളവർ വിചാരിക്കും അടുത്ത വർഷം നമുക്ക് മേടിക്കണം അല്ലെ, എനിക്ക് മേടിക്കണം അത് വിചാരിക്കോ? എൻകറേജ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും അല്ലെ. എന്താണ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്? എന്താണ് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്റ്റാഫുകൾക്ക് റിവാർഡുകൾ നൽകുക. ക്ലിയർ ആയോ? എന്താ നെക്സ്റ്റ്? ഓക്കെ, ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? വർക്ക് അല്ലേ, പെർഫോമൻസ് അല്ലെ, സർവീസ്. അവിടെ വർക്ക് സർവീസ് അല്ലെ, അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള് നടപ്പിലാക്കാൻ സാധിക്കും? ഫസ്റ്റ് നോക്കി, ഇംപ്രൂവ് ദി വർക്ക് എൻവിയോൺമെന്റ്. എന്താണ് നല്ല രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ്, പരിസ്ഥിതി അവർക്ക് നൽകുക അല്ലെ. വർക്കബിൾ ആയിട്ടുള്ള, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സ്റ്റാഫുകൾക്ക് നൽകുക. ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. സ്റ്റാഫ് മെമ്പേഴ്സിനെ എങ്ങനെ പെരുമാറുക? സ്റ്റാഫ് മെമ്പേഴ്സിനോട് ബഹുമാനത്തോടെ അല്ലെ, എന്തേ? റെസ്പെക്റ്റില്. ഇപ്പൊ അവിടെ മാനേജ്മെന്റിലുള്ള ആള് വിചാരിക്കണേ എന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അവരോട് ഇത്രത്തോളം മതി എന്ന് പറഞ്ഞാൽ ശരിയാവോ? എന്താ സ്റ്റാഫുകളെ ഹാപ്പി ആവോ ആ ഒരു പെരുമാറ്റത്തില്? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാ സ്റ്റാഫുകളോടും ബഹുമാനത്തോടെ, റെസ്പെക്റ്റോട് കൂടി പെരുമാറുക. നെക്സ്റ്റ്, പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. എന്താണ് അവരെടുത്ത് ഫീഡ്ബാക്ക് വാങ്ങുക അല്ലെ, പതിവായി ഫീഡ്ബാക്ക് നൽകുക. ഈ സ്റ്റാഫുകളിൽ നിന്ന് പതിവായി ഫീഡ്ബാക്ക് വാങ്ങുക. ബി എംപതിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ്. എന്താണ് നോൺ പെർഫോമൻസ് ആയിട്ടുള്ള, നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാതെ സ്റ്റാഫുകളോട് എങ്ങനെ പെരുമാറുക? സഹാനുഭൂതിയിൽ അല്ലെ. അവര് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി അവരെ ഇവിടെ നിർത്താൻ സാധിക്കില്ല അല്ലെ, അതിനൊക്കെ പറയാൻ പാടുണ്ടോ? അതിനൊക്കെ അവരോട് ഷൗട്ട് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. എന്ത് ചെയ്യാ? അവരോട് സഹാനുഭൂതിയിൽ അല്ലെ, എന്താണ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെന്താണ് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക അല്ലെ, പ്രചോദിപ്പിക്കുകയും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. അക്നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. എന്താണ് മികച്ച പ്രകടനം അംഗീകരിക്കുകയും അവർക്ക് വേണ്ട റിവാർഡ് നൽകുകയും ചെയ്യുക. വേണ്ടേ? ഇപ്പൊ ഒരാള് നല്ല രീതിയിൽ എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലാണ് ആ വർഷം പെർഫോമൻസ് കാഴ്ചവെച്ചത്, അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ? അവരൊന്ന് എൻകറേജ് ചെയ്യണം അല്ലെ, അവരൊന്ന് എൻകറേജ് എങ്കിലും ചെയ്യണം. റിവാർഡ് കൊടുത്തില്ലെങ്കിൽ അവരൊന്ന് എൻകറേജ് ചെയ്യെങ്കിലും ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ അവർക്ക് മനസ്സിനൊരു വിഷമം വരും, ഞാൻ ഇത്രയും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ട് അല്ലെ, വർക്ക് ചെയ്തിട്ട് എനിക്കൊരു നല്ലൊരു വാക്ക് കിട്ടിയില്ല എന്ന് നമുക്കായാലും തോന്നില്ലേ? അവരൊരു അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ എന്താണ്? അക്നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട റിവാർഡ് നൽകുകയും ചെയ്യുക. ക്ലിയർ ആയോ? പ്രിയ മിസ് എടുക്കുന്നത് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ്. അതില് തേർഡ് പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്.
to know miffed and angry patients. ഇടയില് ഏത് ടോപ്പിക് ആണെന്ന് ചോദിക്കേണ്ട, അതുകൊണ്ടാണ് മിസ് ആദ്യം തന്നെ പറയുന്നത് കേട്ടോ. To know miffed and angry patients. Okay, every hospital needs a situation where they should deal with the angry patients. എല്ലാ ഹോസ്പിറ്റലിലുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ, പ്രശ്നമാണ് അല്ലേ മീറ്റ് ചെയ്യേണ്ടി വരുന്ന. ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുക എന്നുള്ളത് അല്ലേ, ആംഗ്രി പേഷ്യൻസിനെ നേരിടുക അല്ലെ, അവരെ ഡീൽ ചെയ്യുക എന്നുള്ളത് ഓരോ ഹോസ്പിറ്റലും എല്ലാ ഹോസ്പിറ്റലുകളും എന്താണ് നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ്. ഇറ്റ്സ് ചാലഞ്ചിങ് ടാസ്ക് ടു കോപ്പ് with such patients and especially when they exhibit their frustration on hospital. എന്ത് ചെയ്യുന്ന ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആണ് അല്ലെ, ഈ പേഷ്യൻസിനെ എന്താണ് ഈ പേഷ്യൻസിനോട് പെരുമാറുക എന്നുള്ളത് അല്ലെ, ഫേസ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസിനെ നേരിടുക, അവരുടെ ഫേസ് അഭിമുഖീകരിക്കേണ്ടി വരിക എന്നുള്ളത് എന്താണ് ഒരു വെല്ലുവിളിയാണ്, ചലഞ്ചിങ് ടാസ്ക് ആണ്. എന്താണ്, ആൻഡ് എസ്പെഷ്യലി വെൻ ദേ എക്സിബിറ്റ് their frustration on hospital. അവരുടെ ഫ്രസ്ട്രേഷൻസ്, നിരാശ എവിടെ പ്രകടിപ്പിക്കും, ഹോസ്പിറ്റലിൽ പ്രകടിപ്പിക്കും. ഇപ്പൊ ബില്ലിങ്ങിന് കുറച്ചു നേരം അവർ വെയിറ്റ് ചെയ്ത്, അതല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റിംഗ് റൂമിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന വന്നു കഴിഞ്ഞാൽ ആ നിരാശ അവരെവിടെ പ്രകടിപ്പിക്കും, ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ അടുത്ത് പ്രകടിപ്പിക്കോ? എന്താണ്, അവരുടെ ഫ്രസ്ട്രേഷൻസ് അവിടെ പ്രകടിപ്പിക്കുന്നു. പേഷ്യൻസ് ക്യാൻ ബി അപ്സെറ്റ് ബിക്കോസ് ഓഫ് വെറൈറ്റി റീസൺ. പേഷ്യൻസ് പല രീതിയിൽ എന്താവാം, അപ്സെറ്റ് ആവാം അല്ലെ. എന്തൊക്കെ കാര്യങ്ങളുണ്ട്, സച്ച് ആസ് ഡിലേയിങ് അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റ്സിൽ ഡിലേ സംഭവിക്കുക അല്ലേ, അപ്പോയിന്റ്മെന്റ്സ് കിട്ടാനായിട്ട് ഒരുപാട് നേരം അവർ ക്യൂയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരില്ലേ? ലോങ് പേഷ്യൻസ് വെയിറ്റ് ടൈം. നമ്മളൊക്കെ ആണെങ്കിൽ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും നമ്മ മിണ്ടാതെ നിൽക്കും. ആണോ, മിണ്ടാതെ നിൽക്കോ? മനസ്സിൽ എന്തെങ്കിലും പറയുമെങ്കിലും അവിടെ പറയോ? മനസ്സിൽ പറയുന്നുണ്ടാവും, ഓ എന്താണിത് ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നില്ല അല്ലെ. പക്ഷെ എന്താണ്, ആംഗ്രി ആയിട്ടുള്ള പേഷ്യൻസ് അവരെന്ത് ചെയ്യും, അവരുടെ ഫ്രസ്ട്രേഷൻസ് അവിടെ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും അവര്. ലോങ് പേഷ്യൻസ് വെയിറ്റ് ടൈംസ് എന്താണ്, അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന, ഡോക്ടേഴ്സിന്റെ റൂമിലൊക്കെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് റോങ് ആയിട്ടുള്ള തെറ്റായ രീതിയിലുള്ള രോഗനിർണയവും ചികിത്സയും നൽകുമ്പോൾ ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ, ഹോസ്പിറ്റലിൽ നൽകുന്ന കെയറില് പരിചരണത്തില് എന്താണ്, പരിചരണത്തിന്റെ ഗുണനിലവാരത്തിൽ അഭാവം ഉണ്ടാകാം. ആബ്സെൻസ് ഉണ്ടാവുമ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻസ് കാണിക്കുന്നു. അതിന്റെ ലോട്ട് മോർ എന്താണ്, കൂടാതെ പല കാരണം കൊണ്ട് സംഭവിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ലാബില് ടെസ്റ്റിന് വേണ്ടി നിൽക്കാം, അപ്പൊ എന്താണ്, അവരിൽ സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തേണ്ടി വന്നാലോ അവര് ഫ്രസ്ട്രേഷൻ കാണിക്കോ? മരുന്നിന് വേണ്ടി അല്ലെ, മരുന്ന് മര്യാദക്ക് കിട്ടിയില്ലെങ്കിൽ, റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെ, ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവര് ദേഷ്യപ്പെടും അല്ലെ. ആൻഡ് next നോക്കിയേ, and if hospital don't address their issues, they might even face legal threats from hospital. പേഷ്യൻസിന്റെ ഇങ്ങനെയുള്ള പ്രശ്നം, ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ പ്രോബ്ലംസ്, ഇഷ്യൂസ് ഹോസ്പിറ്റൽ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ അവിടെ അവർ ചെന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഹോസ്പിറ്റൽ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ചില പേഷ്യൻസ് എന്ത് ചെയ്യും, കംപ്ലൈന്റ് കൊടുക്കും അല്ലെ. ലീഗൽ ആയിട്ടുള്ള ഭീഷണികൾ നേരിടേണ്ടി വരില്ലേ, പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ കോർട്ടിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് ഒക്കെ കൊടുക്കും അല്ലെ. അപ്പൊ അവരെന്താണ്, ലീഗലി ആയിട്ട് അല്ലെ നിയമപരമായ ഭീഷണികള് നേരിടേണ്ടി വരുന്നു അല്ലെ. അല്ലെങ്കിൽ അവരപ്പൊ തന്നെ പറയും, ഞങ്ങൾ എന്താണ് പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും അല്ലെ, ഇവിടുത്തെ സർവീസുകൾ പോരാ അല്ലെ, പറയില്ലേ അവര്, സ്വാഭാവികമായിട്ട് അപ്പൊ തന്നെ പറയും. ലീഗൽ ആയിട്ടുള്ള ഭീഷണികള് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഹോസ്പിറ്റൽ കാൻ
disregard such situations. So it's better to learn how to cope with the patients. എന്ത് ചെയ്യുക? They might, sorry, hospital can't discard such situation. എന്താണ് ഹോസ്പിറ്റലുകാര് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ നൽകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക? അവഗണിക്കാതിരിക്കുക, അല്ലെ? ഡിസ്റിഗാർഡ് ചെയ്യാതിരിക്കുക, അവഗണിക്കാതിരിക്കുക. So it's better to learn how to cope with the patients. പിന്നെ എന്താണ്? ആ പേഷ്യൻസിനെ എങ്ങനെ നേരിടണമെന്ന് പഠിക്കുക, അല്ലെ? അവരെന്താണ്? നമുക്ക് കാമായിട്ട്, അല്ലെ? അവരെ പ്രകോപനം കൊള്ളിക്കാതെ, അല്ലെ? അപ്പൊ അവരോട് അങ്ങനെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് അവരെ പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കുകയാണെങ്കിൽ അവരൊന്ന് ഇതാവോ, ഡൗൺ ആവോ? അവര് ദേഷ്യം നമ്മ അവർ പരിഗണിക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കൂ, അല്ലെ? ദേഷ്യമൊക്കെ കുറച്ച് നല്ല രീതിയിൽ നമ്മളടുത്ത് പെരുമാറുമല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താണ്? ഹോസ്പിറ്റലുകാരെ അവഗണിക്കാതിരിക്കുക. പിന്നെ എന്താണ്? അങ്ങനെയുള്ള ഇത് എങ്ങനെ നമുക്ക് നേരിടാം എന്നതിനെ കുറിച്ച് പഠിക്കുക, അല്ലെ? As a care provider, hospital need to realize the warning signs and control the situation before it gets worsened. എന്ത് ചെയ്യുക? As a care provider, അല്ലെ? പരിചരണം നൽകുന്ന, കൊടുക്കുന്ന ആളെന്ന നിലയിൽ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള വാർണിംഗ് സൈനുകൾ, അല്ലെ? മുന്നറിയിപ്പ് അടയാളങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇല്ലേ? ഒരു പേഷ്യൻസ് കുറച്ചു നേരം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അവരെങ്ങനെയുള്ള പേഷ്യൻസ് ആണെന്ന്. തൊട്ടേനും പിടിച്ചതിനും ഇങ്ങനെ ചൂടായി വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമുക്കറിയാലോ അവര് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെ? ഇല്ലേ? മുന്നറിയിപ്പ് അടയാളങ്ങള് മനസ്സിലാക്കുകയും എന്താണ്? സ്ഥിതി വഷളാകാതെ നിയന്ത്രിക്കുകയും ചെയ്യുക, അല്ലെ? അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ആ പേഷ്യൻസിനെ നിയന്ത്രിക്കുകയും ചെയ്യുക. And need to create a best practice and follow them to handle angry patients. Angry patients എങ്ങനെ കൈകാര്യം ഹാൻഡിൽ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള പ്രാക്ടീസ്, അല്ലെ? മികച്ച രീതികൾ തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുക, ഫോളോ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയത്? ക്ലിയർ ആയോ? Next, implementing strategies to deal with angry patients. എന്താണ്? ആംഗ്രി പേഷ്യൻസിനെ കൈകാര്യം ഡീൽ ചെയ്യുന്നതിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നു? സ്റ്റെപ്പ് 1 പറയുന്നത് acknowledge and listen to patients complaints calmly. എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സുകൾ, അല്ലെ? എന്താണ്? ആംഗ്രി പേഷ്യൻസ് അല്ലെങ്കിൽ മിഫ്ഡ് പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സുകൾ നമ്മൾ ശാന്തരായി കേൾക്കുകയും എന്താണ്? അംഗീകരിക്കുകയും ചെയ്യുക, അല്ലെ? അല്ലെങ്കിൽ നമ്മ അവരോട് പറയാണ്, അംഗീകരിച്ചു കൊടുക്കാതിരിക്കുകയാണ്. എന്താണ്? നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ എന്ത് ചെയ്യും? അവർ കുറച്ചും കൂടി ദേഷ്യം കൂടുകയല്ലേ ചെയ്യാം. സ്വാഭാവികമായിട്ടും എതിർക്കുകയാണെങ്കിൽ, അല്ലേ? ആണോ? അപ്പൊ എന്താണ്? അവരെ എന്താണ്? ശാന്തരായി കേൾക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുക. അത് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 പറയുന്നത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദി പ്രോബ്ലം. എന്താണ്? അതിന്റെ അവരുടെ ഇഷ്യൂസിന്റെ, അവരുടെ ആ പ്രശ്നത്തിന്റെ മൂലകാരണം, റൂട്ട് കോസ്, അല്ലെ? എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെ? പ്രശ്നം, അല്ലെ? അവർക്ക് എവിടെയാണ് പ്രശ്നം ഉണ്ടായത്, അല്ലെ? അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനാണോ, അല്ലെ? സ്റ്റാഫ് മോശമായി പെരുമാറിയതാണോ, അല്ലെ? അവരുടെ മൂലകാരണം, റൂട്ട് കോസ്, ആ പ്രശ്നത്തിന്റെ മൂലകാരണം മനസ്സിലാക്കുക. സ്റ്റെപ്പ് 3 പറയുന്നത് അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോൺസ് വിത്ത് എംപതി. പ്രതിരോധിക്കാതിരിക്കുക, നമ്മ ആ പേഷ്യൻസിനെ പ്രതിരോധിക്കാതിരിക്കുക, അല്ലെ? എന്താണ്? തിരിച്ച് അവര് ഇങ്ങോട്ട് പറയുമ്പോ അങ്ങോട്ട് മറുപടി പറഞ്ഞ് അവരെ പ്രതിരോധിക്കാതിരിക്കുക. പിന്നെ എന്താണ്?
എംപതി ആയിട്ട് അല്ലെ, സഹാനുഭൂതിയോട് കൂടി അവരോട് എന്താണ് പെരുമാറുക, റെസ്പോണ്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 4 പറയുന്നത് മേക്ക് ദ പേഷ്യൻസ് feel that they are concerned and taken seriously. പേഷ്യൻസ് ഇങ്ങനെയുള്ള മിക്സ്ഡ് പേഷ്യൻസ് അവർക്ക് എന്ത് തോന്നണം? അവരുടെ പ്രശ്നങ്ങള് നമ്മ ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്ത് ചെയ്യാ, രോഗിക്ക് ഒരു വിശ്വസ്തത ഉണ്ടാകാം അല്ലെ, ആണോ? അവരുടെ ആശങ്കകള് എന്താണ്? അവരുടെ ആശങ്കകൾ അല്ലെ, കൺസേൺ നമ്മ സീരിയസ് ആയിട്ട് നമ്മ എടുത്തിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നാം, ഫീൽ ചെയ്യുക അല്ലേ? അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് അല്ലെ, നമ്മൾ അതിനു വേണ്ട ഡിസിഷൻസ് ഒക്കെ എടുക്കാം. എന്താണ്, സോറി മാപ്പൊക്കെ പറഞ്ഞാൽ അവർ കാമാവോ? കാമാവില്ലേ? കാമാവും. എന്താണ് നെക്സ്റ്റ്? അപ്പോളജൈസ് ആൻഡ് ടേക്ക് took action to settle the problem. എന്താണ്, നമ്മ അവരോട് അപ്പോളജൈസ് ചെയ്യുക അല്ലെ, ക്ഷമ ചോദിക്കുകയും അവരുടെ പ്രശ്നത്തിനുണ്ടായ എന്താണ് ആക്ഷൻ അല്ലേ. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി. took action to settle the problem. അവരുടെ പ്രോബ്ലം പരിഹരിക്കാനുള്ള ആക്ഷൻ പ്ലാൻ എടുക്കുകയും അല്ലെ, പ്രശ്ന പരിഹാരം ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 6 പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. പിന്നെ എന്ത് പറയണം? നമുക്ക് ആ സിറ്റുവേഷനിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കാം, ഹോസ്പിറ്റൽ എന്ന രീതിയിൽ അതല്ലെങ്കിൽ ഒരു കെയർ പ്രൊവൈഡർ എന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അവരെടുത്ത് വ്യക്തമായി അവരെടുത്ത് പറഞ്ഞു കൊടുക്കുക അല്ലെ, വേണ്ടേ? അപ്പോൾ എന്താണ്, നമുക്ക് അവരെ ദേഷ്യം കുറയ്ക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്? എന്താണ്, ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെയാണ് ഹോസ്പിറ്റലുകാര് ഡീൽ ചെയ്യുന്നത് അല്ലെ? എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഹോസ്പിറ്റലിന്? ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ കാം. എന്ത് ചെയ്യുക? ഡീപ്പായിട്ടുള്ള ദീർഘശ്വാസം എടുത്ത് ശാന്തത പാലിക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ചിലപ്പോ ഒരു നിസ്സാര കാര്യത്തിനാണ് അവര് ദേഷ്യപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരുമോ? ഒരു ചെറിയ പറയാൻ പറ്റാത്തൊരു അത്രയും സ്മോൾ മൈന്യൂട്ട് പ്രോബ്ലംസിനാണ് അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് ദേഷ്യം വരില്ലേ? അപ്പൊ നമ്മുടെ ദേഷ്യം കുറയ്ക്കാനല്ലേ അവരോട് എങ്ങനെ പെരുമാറണം? കാമായിട്ട് അല്ലെ, ശാന്തമായിട്ട് അല്ലെ പെരുമാറണ്ടേ? അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാ? ഒരു ദീർഘശ്വാസം എടുത്ത് നമ്മൾ ശാന്തത പാലിക്കുക. നമ്മ അവരോട് വീണ്ടും അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്താണ്, പ്രശ്നം രൂക്ഷമാവും അല്ലെ, പ്രശ്നം വലുതാവും. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മ ഡീപ് ബ്രീത്ത് എടുത്ത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട്. നെക്സ്റ്റ്, gather all the details about the patient disease and the treatment provided to them. എന്ത് ചെയ്യുക? ആ പേഷ്യൻസിന്റെ അസുഖത്തെ കുറിച്ച്, ഡിസീസിനെ കുറിച്ചും ആ പേഷ്യൻസിന് കൊടുത്തിട്ടുള്ള എല്ലാ ചികിത്സയെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക. അതിലെന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുക. നെക്സ്റ്റ്, സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ദ പേഷ്യന്റ് ടു ഡിഫക്ട് റീസൺ ബിഹൈൻഡ് ദെയർ ഔട്ട്ബേഴ്സ്റ്റ്. ഔട്ട്ബേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറി. അവരുടെ ആ പൊട്ടിത്തെറിക്ക്, അവരുടെ ആ ദേഷ്യത്തിന് കാരണമായ പ്രശ്നത്തെ കുറിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യുക? സമയം കൊടുക്കുക അല്ലെ, ടൈം സ്പെൻഡ് ചെയ്യുക. വേണ്ടേ? അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണ്ടേ? അപ്പൊ എന്താണ്, അവരുടെ പ്രശ്നത്തിന് എന്താണ് പൊട്ടിത്തെറിക്ക് പിന്നിലെ കാരണത്തെ കുറിച്ചറിയാൻ സമയം ചെലവാക്കുക. ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂസ്. എന്താണ്, നമ്മൾ എംപതിയോട് കൂടി അല്ലെ, സഹാനുഭൂതി അല്ലെ, പിന്നെ എന്താണ്, അവരുടെ പ്രശ്നങ്ങള് സോൾവ് ചെയ്ത് കൊടുക്കുക അല്ലെ, പരിഹരിച്ചു കൊടുക്കുക. എന്താണ്, അവോയ്ഡ് ഗിവിംഗ് അവേ അറ്റ് എനി ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിഫെൻഡ് അഗൈൻസ്റ്റ് ട്രീറ്റ്സ്. എന്താണ്, നമ്മ അവരോട് ആർഗ്യുമെന്റ് ചെയ്യുക അല്ലെ, വാദങ്ങൾ എടുത്താൻ പാടുണ്ടോ? നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്,
ഇവിടെ അങ്ങനത്തെ ഒന്നും ഇഷ്യൂ ഉണ്ടായിട്ടില്ല അല്ലെ? അങ്ങനെയുള്ള വാദങ്ങൾ നടത്താൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള വാദങ്ങൾ നടത്താൻ അവരെ പ്രതിരോധിക്കുക, അവരെ കയ്യേറ്റം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നമ്മളിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നാണ് തെറ്റ് സംഭവിച്ചെന്തെങ്കിലും അവരുടെ പേരിലേക്ക് അതാക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള പ്രതിരോധങ്ങൾ നടത്താതിരിക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, പ്രൊട്ടക്ട് ലീഗലി ബൈ കെയർഫുള്ളി ഡോക്യുമെന്റിംഗ് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റ്. രണ്ട് രീതിയിലുള്ള കംപ്ലൈന്റ് വരാം അല്ലെ? ക്ലിനിക്കലും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ്സുകൾ വരാനോ, പരാതികള്. അപ്പൊ അങ്ങനെയുള്ള പരാതികൾ എന്ത് ചെയ്യാ? നമുക്ക് കെയർഫുള്ളി ആയിട്ട് ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിക്കൊണ്ട് നിയമപരമായി സംരക്ഷിക്കുക അല്ലെ? ചിലപ്പോ ഭാവിയിൽ പിന്നീട് എന്ത് വരാം? ഈ പേഷ്യൻസ് വേണ്ട കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാല് പോലീസിൽ നിന്നുള്ള ഇതൊക്കെ വരാലോ, അന്വേഷണത്തിനൊക്കെ വരാം അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കംപ്ലൈന്റ്സുകൾ എന്താണ്? നിയമപരമായി നമ്മൾ സംരക്ഷിച്ചു വെക്കുക, ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തി നിയമപരമായി സംരക്ഷിക്കുക. ക്ലിയർ ആയോ? അതാ നെക്സ്റ്റ്, ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, അവരുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള അനുഭവം ഇംപ്രൂവ് ചെയ്യുക അല്ലെ? വർദ്ധിപ്പിക്കുക. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? മറ്റേ മോസ്റ്റ് ഡോക്ടേഴ്സ് സ്പെൻഡ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇൻ വിച്ച് ദേ വാണ്ട് ടു കംപ്ലീറ്റ് വേരിയസ് ടാസ്ക് ഫ്രം കാച്ചിങ് അപ്പ് വിത്ത് പേഷ്യൻസ്, അണ്ടർസ്റ്റാൻഡ് ദെയർ കൺസേൺസ് ആൻഡ് പ്രൊവൈഡിങ് ദ റിക്വയർഡ് ട്രീറ്റ്മെന്റ്. മിക്ക ഡോക്ടേഴ്സും എന്ത് ചെയ്യുന്നു? ഈ പേഷ്യൻസിനെ മനസ്സിലാക്കാൻ അല്ലെ, അവരുമായി ഇടപഴകാനും ആ പേഷ്യൻസിന്റെ ആശങ്കകളെ കുറിച്ച് മനസ്സിലാക്കാനും പിന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് നൽകാനും ഒക്കെ ഒരു ചെറിയ കാലയളവ് മാത്രം ചിലവാക്കുന്നു അല്ലെ? മിക്ക ഹോസ്പിറ്റലിൽ അങ്ങനെയല്ലേ? നമ്മ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഡോക്ടർ നമുക്ക് മരുന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെ? ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താണ്? മിക്ക ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ കാലയളവ് മാത്രം ചിലവാക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പേഷ്യൻസിനുമായിട്ട് ഇടപഴകാൻ, അവരുടെ വിവരങ്ങൾ മനസ്സിലാക്കാൻ അല്ലെ, അവരുടെ ആശങ്കകളെ കുറിച്ച് മനസ്സിലാക്കാൻ, പിന്നെ എന്താണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകാനൊക്കെ ഒരു ചെറിയ സമയം മാത്രം ചിലവാക്കുന്നു. ഇൻ സച്ച് കേസസ്, ഈ കേസുകളിൽ എന്ത് പറയുന്നു? എന്ത് പറ്റുന്നു? ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഡോക്ടേഴ്സ് ടു അഡ്രസ് ഓൾ ദ പ്രോബ്ലംസ് ഓഫ് പേഷ്യൻസ്. അങ്ങനെയുള്ളപ്പോ നമുക്ക് ഡോക്ടർക്ക് പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ പ്രോബ്ലംസും മനസ്സിലാക്കാൻ സാധിക്കോ? പേഷ്യൻസിന്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ സാധിക്കോ? അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ എന്ത് പറ്റുന്നു? ആ ഡോക്ടർക്ക് പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. ക്ലിയർ ആയോ? If we do not get answer for specific queries like, അപ്പൊ ആ ഹോസ്പിറ്റലില് എന്ത് പറ്റുന്നു? ചില ക്വസ്റ്റ്യൻസിന്, ഈ പേഷ്യൻസിന്റെ ചില ക്വസ്റ്റ്യൻസിന് അവർക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ഡിഡ് വി പ്രൊവൈഡ് ദ ഡിസൈർഡ് കെയർ അല്ലെ? അവരാഗ്രഹിച്ച പരിചരണം അവർക്ക് കൊടുക്കാൻ സാധിച്ചോ? ഇപ്പൊ മിക്കവാറും നമുക്കൊക്കെ ആഗ്രഹം എന്തായിരിക്കും? നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് അല്ലെ, നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് പറഞ്ഞു തരുന്ന ആളെ, ഒരു ഡോക്ടറെയല്ലേ നമുക്ക് ആവശ്യം അല്ലെ? ആണ്. ഇപ്പൊ എന്താണ് അവര് ചോദിക്കുകയാണ്, ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പരിചരണം തരാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെ? അതിന് ആൻസർ പറയാൻ പറ്റുമോ ഹോസ്പിറ്റലുകാർക്ക്? യെസ് ഒന്നും പറയാൻ പറ്റില്ല, നോ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ? രണ്ട് രീതിയിൽ പറഞ്ഞാൽ അത് പ്രോബ്ലം ആണ് അല്ലെ? അല്ലേ? ആണോ? ഡിഡ് വി ഗിവ് ദ റൈറ്റ് അഡ്വൈസ്? നല്ല രീതിയിലുള്ള ഒരു അഡ്വൈസ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു? ഉപദേശം ആ ഡോക്ടർ കൊടുത്തോ? ആ കുറഞ്ഞ സമയം കൊണ്ട് കൊടുത്തോ? ഇല്ല. It would be difficult for hospital to improve the patient experience. അതെന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലെ? ഇങ്ങനെയൊക്കെ ഡോക്ടർ പെരുമാറുകയാണെങ്കിൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവോ? സാറ്റിസ്ഫൈഡ് ഇല്ല. അപ്പൊ എന്താണ്?
പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഹോസ്പിറ്റലിന്റെ പ്രശ്നമാണ് ഇതൊക്കെ അല്ലെ. നെക്സ്റ്റ് ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ടു improve it is by engaging with the patients and addressing their problem correctly and every interaction. അതുകൊണ്ട് എന്ത് ചെയ്യുക ഡോക്ടേഴ്സ്, പേഷ്യൻസിനുമായിട്ട് നല്ല രീതിയിൽ അല്ലെ എൻഗേജ് ആവാ അല്ലെ, നല്ല രീതിയിൽ ഇടപെടുകയും ഓരോ ഇടപെടലിന് ശേഷവും അല്ലെ എന്ത് ചെയ്യുക, ആ പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക. അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അല്ലെ. പേഷ്യൻസ് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ട സമയം നൽകിക്കൊണ്ട് ആ പേഷ്യൻസിനോട് ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം.